ഹലോ, വെൽക്കം ടു അവർ ചാനൽ ശ്രീസ് വേൾഡ്. ഞാൻ ദീപ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫേസ് ടോണർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വീട്ടിലുള്ള നമ്മുടെ കൈവശമുള്ള കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫേസ് ടോണർ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാകും, അതോട് പ്രസ് ചെയ്ത് ഓളുന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ ഈ ടോണർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് എടുക്കുന്ന 3 ഇൻഗ്രീഡിയൻസിൽ ഒരു ഇൻഗ്രീഡിയൻ്റാണ് നാരങ്ങ. നാരങ്ങയെ സംബന്ധിച്ചോളം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ചുളിവുകൾ, അതുപോലെ തന്നെ ഫേസ് നല്ല തിളക്കം വരാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് നാരങ്ങ. ഇത്രയും ചെറുതായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഉള്ളതെങ്കിൽ അത്രയും നല്ലതാണ്. ഇച്ചിരി ഏറെ വലുതായിട്ടാണെങ്കിൽ അതിൻ്റെ അരമുറി മതിയാകും. പിന്നുള്ളത് നമ്മൾ ഈ ഒരു ഇതിലെല്ലാം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അലോവേരയാണ്. അലോവേര, ഫ്രഷ് അലോവേര കിട്ടിയാൽ അത്രയും നല്ലതാണ്. ഫ്രഷ് അലോവേര നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഷോപ്പിൽ പോയി ഏതെങ്കിലും ക്വാളിറ്റി ആയിട്ടുള്ള അലോവേര ജെല്ല് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു റോസ് വാട്ടറാണ്. ഞാനിവിടെ ബെഞ്ചാറാസിൻ്റെ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണേലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൊണ്ടും എങ്ങനെയാണ് ഒരു സ്കിൻ ടോണർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ ചർമ്മ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ചർമ്മത്തിന് ജലാംശം നൽകാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് റോസ് വാട്ടർ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മളെ മുഖക്കുരുവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടോണർ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മുഖക്കുരുവും അതുപോലെ തന്നെ മുഖത്തെ പാടുകൾ എന്നിവയൊക്കെ തടയാനായിട്ട് ഈ ഒരു ടോണർ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു അലോവേര അതിൻ്റെ തുണ്ടൻ കഷ്ണങ്ങൾ മാത്രം നോക്കിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ 2 കഷ്ണമായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനിയും ഈ അലോവേരയുടെ നമ്മൾ ആ ഭാഗത്തെ മുള്ളെല്ലാം നമ്മൾ ഒന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട്. മുള്ളെല്ലാം നമ്മൾ ചെത്തിക്കളയണം. ചെത്തിക്കളഞ്ഞതിന് ശേഷം നമ്മളിനി ചെയ്യേണ്ടത്, നമ്മൾ ഏതൊരു കുപ്പിയിലാണ് നമ്മൾ ടോണർ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു കുപ്പിയിൽ മാത്രം വെച്ചിട്ട് മതിയാകും. ഞാൻ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. ആ കുപ്പിയിലാണ് ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു നാരങ്ങ ഒന്ന് കട്ട് ചെയ്യാം. ലെമൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഏത് കുപ്പിയിലോട്ടാണോ നമ്മൾ ഈ ടോണർ എടുക്കുന്നതെങ്കിൽ ആ ഒരു കുപ്പിയിലോട്ട് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങയുടെ ആ കുരുവൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ടോണറായിട്ട് ജസ്റ്റ് ഉപയോഗിക്കുന്നു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ കുരുവൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഫേസിൽ കുരുവും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളല്ലാതെ നമ്മൾ നാരങ്ങ പിഴിയുന്ന ആ സാധനം കൊണ്ട് പിഴിഞ്ഞ് വെച്ചാൽ മതിയാകും. അപ്പം ഏകദേശം നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ? അതിൻ്റെ അരിയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമ്മളിതൊന്നും എടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അലോവേര ഇടാം. അലോവേര നമ്മുടെ തള്ളവെള്ളം കൊണ്ട് ജസ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ സ്പൂൺ ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. പിന്നെ ഞാൻ അലോവേര കുപ്പിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഇച്ചിരി കട്ടിയായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്, എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഞെരടി ലാസ്റ്റിൽ എടുക്കാവുന്നതാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അലോവേരയ്ക്ക് ഇത്രയും ഒരു കൊഴുകൊഴുപ്പില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ നമ്മുടെ അലോവേര ജെല്ല് ഏതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന്. ഇനി നമ്മൾ 2 ഇൻഗ്രീഡിയൻസിൻ്റെ അത് ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തതാണ്. കൈ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഞാൻ അതിൻ്റെ ഒരു അടപ്പിന് തന്നെ ഒരടപ്പ് ഞാൻ എടുക്കുകയാണ്. അതിൻ്റെ അടപ്പിന് ഒരടപ്പ് ഞാൻ റോസ് വാട്ടർ എടുത്തു. നമുക്കിനി ഒരു അടപ്പ് കൂടെ എടുക്കാം. അങ്ങനെ 2 അടപ്പാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഫേസിന് നമ്മൾ റോസ് വാട്ടർ എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം നല്ലതാണ്. ഇനിയും ഈ 3 കാര്യങ്ങളും നമുക്ക് അടപ്പൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് കുലുക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഈ അലോവേരയുടെ ഈ ഒരു ടോണർ നമ്മൾ ഒരു ദിവസം ഞാനൊന്ന് കാത്തു വെച്ചു, സൂക്ഷിച്ചു വെച്ചു. അതിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. ഇതായത് കണ്ടോ, ഒരു പ്രത്യേക ഒരു കളറാണ് അല്ലേ. ഒരു ഇച്ചിരി കട്ടിയുണ്ട്, എന്നാലൊട്ട് ഒത്തിരി കട്ടിയുമല്ല എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ പിന്നെ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഇത് ഇച്ചിരി കട്ടിയായിട്ട് കിടക്കുന്നത് അലോവേര തന്നെയാണ്. ഞാനൊരു കഷ്ണമായിട്ട് ഞാൻ മുറിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ, ആ അലോവേര തന്നെയാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അതിൻ്റെ അകത്ത് എത്രത്തോളം കിടക്കുന്നോ അത്രത്തോളം നമുക്ക് നല്ലതാണ് അലോവേര. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടോണർ വരുന്നത്. നമുക്കിത് ഏകദേശം 1 മാസം 2 മാസം വരെ നമുക്ക് ഈ ഒരു ടോണർ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് കൂടുതലായിട്ടും നമുക്ക് അനുഭവപ്പെടും. നമ്മളിതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ പിന്നെ നമുക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ ഒരു ചെറിയൊരു സ്മെല്ലും റോസ് വാട്ടറിൻ്റെ സ്മെല്ലുമാണ് ഇതിന് വരുന്നത്. നാരങ്ങയ്ക്ക് ചെറിയൊരു സ്മെല്ലേ നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ. കൂടുതലായിട്ടും റോസ് വാട്ടറിൻ്റെ സ്മെല്ലാണ്. നല്ല രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ടോണർ ട്രൈ ചെയ്യണം. ഇനി എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാം. നമ്മൾ രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞതിന് ശേഷം ഫേസിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്ത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂണും കൊണ്ടോ വല്ലതും എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് കയ്യിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഒഴിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഞാനത് കമൻറ്റ് വഴി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അതുവരെ ബൈ.